السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മനുഷ്യരായ നാം എല്ലാവർക്കും സ്വന്തമായ കുറേ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഓരോ വ്യക്തികൾക്കുമുണ്ട്. അതേപോലെ കുറേ അനിഷ്ടങ്ങളും നാം വെറുക്കുന്ന കാര്യങ്ങളുമുണ്ട്. നാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ലഭിച്ചാൽ നമുക്ക് സന്തോഷമുണ്ടാകും. നാം വെറുക്കുന്ന കാര്യങ്ങളുണ്ടായാൽ നമുക്ക് ദുഃഖവും വിഷമവും ഉണ്ടാകും. ഇത് പൊതുവെ എല്ലാ മനുഷ്യൻ്റെയും ഒരവസ്ഥയാണ്. എന്നാൽ മുഅ്മിൻ എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് സ്വന്തമായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടെങ്കിലും മുഅ്മിനീങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തെക്കാൾ വലുത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. സ്വന്തം വെറുക്കുന്ന കാര്യങ്ങളെക്കാൾ വലുത് അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി താൻ ഇഷ്ടപ്പെടുന്ന ഏത് കാര്യത്തെയും ഒഴിവാക്കുന്നവനാണ് മുഅ്മിൻ. അള്ളാഹു വെറുക്കുന്നു എന്നറിഞ്ഞാൽ ആ കാര്യം തനിക്ക് എത്ര ഇഷ്ടമാണെങ്കിലും ഒഴിവാക്കുന്നവനാണ് മുഅ്മിൻ. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട നാം ഓരോരുത്തരുടെ മേൽ ചെയ്ത 10,000-കണക്കിന് ഉപകാരങ്ങളിൽപ്പെട്ട വലിയൊരു ഉപകാരമാണ് ഏതെല്ലാം കാര്യങ്ങളാണ് അള്ളാഹുവിന് ഇഷ്ടമെന്നും ഏതെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു വെറുക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ച് ഈ ലോകത്ത് യാത്രയായിരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനും അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതിലൂടെ ആ കാര്യങ്ങൾ ഒഴിവാക്കി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനും സാധിക്കും, എളുപ്പമാണ്. അങ്ങനെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും അറിയിച്ച കൂട്ടത്തിൽ അള്ളാഹു വെറുക്കുന്ന ചില കാര്യങ്ങൾ ചില ചുരുങ്ങിയ വാക്കിലൂടെ നിമിതങ്ങൾ നമ്മെ ഉണർത്തുകയുണ്ടായി. ആ കാര്യങ്ങൾ അള്ളാഹു വെറുക്കുന്നതാണ്. അത് നിങ്ങളിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഇത് തങ്ങൾ അറിയിച്ചു. പ്രധാനമായും ഹദീസിൽ വരുന്നുണ്ട്, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസൻ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അല്ലാഹു തആല 3 കാര്യങ്ങൾ നിങ്ങളിത് വെറുക്കുന്നു, അത് നിങ്ങളിത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നല്ലാഹ കരിഹ ലക്കും സലാസൻ. തീർച്ചയായും അല്ലാഹു നിങ്ങളിൽ വെറുക്കുന്ന 3 കാര്യങ്ങളുണ്ട്. തങ്ങൾ പറഞ്ഞു, ഒന്ന് ഖീല വഖാൽ. ഖീല വഖാൽ, അനാവശ്യമായ അവിടെയും ഇവിടെയും കേട്ട കാര്യങ്ങൾ പറയൽ, അത് കേൾക്കൽ. ഖീല എന്ന പ്രയോഗം തന്നെ ഒരു അഡ്രസ് ഇല്ലാത്ത
എവിടെ നിന്നെങ്കിലും കേട്ട സംസാരങ്ങൾ, അങ്ങനത്തെ വാക്കുകളുടെയും സംസാരങ്ങളെ പുറകിൽ പോകേണ്ടവനല്ല മുസ്ലിം. ഒരു മനുഷ്യൻ കള്ളനാകാൻ അവൻ കേട്ട കാര്യങ്ങൾ തന്നെ പറയൽ മതിയായതാണ്. കേട്ടതെല്ലാം പറയുന്നവനല്ല, എല്ലാം കേൾക്കുന്നവനുമല്ല, കേട്ടതെല്ലാം പറയുന്നവനുമല്ല. അങ്ങനത്തെ സദസ്സുകളെ ഒഴിവാക്കും, അങ്ങനത്തെ കൂട്ടങ്ങളെ ഒഴിവാക്കും. وَإِذَا مَرُّوا بِاللَّغْوِ مَرُّوا كِرَامًا وَإِذَا سَمِعُوا اللَّغْوَ أَعْرَضُوا عَنْهُ. ഖുർആനിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പറ്റി പറയുമ്പോൾ പല സ്ഥലത്തും എടുത്തു പറയുന്ന കാര്യം ലഗ്വിനോട്, അനാവശ്യമായ പ്രയോജനമില്ലാത്ത സദസ്സിനോട് അകൽച്ച സൂക്ഷിക്കുന്നവനാണ് മുഅ്മിൻ. അങ്ങനെ സദസ്സുകൾ ധാരാളം നാടുകളിൽ ഉണ്ടാവും. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും ചായക്കടകളിലും അങ്ങാടികളുമെല്ലാം ധാരാളമായി ഉണ്ടാകും. അത് കണ്ടാൽ മുഅ്മിൻ അതിൽ പോയി അതിൻ്റെ ഇരുന്ന് രസം അനുഭവിക്കുന്നവനല്ല, അതിൽ നിന്ന് ഒഴിവാക്കുന്നവനാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി തൻ്റെ സദസ്സിൽ ആരെങ്കിലും ഇരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്, മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയുന്ന ഒരാളും എൻ്റെ സദസ്സിൽ ഇരിക്കേണ്ടതില്ല. മുഅ്മിനീങ്ങൾ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നവരല്ല, ഏതെങ്കിലും കാര്യം സംസാരിക്കുന്നവനല്ല, ഏതെങ്കിലും കാര്യം കേൾക്കുന്നവനുമല്ല. ഇതിനെ സംബന്ധിച്ച് ഗൗരവമായ പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വളരെ ഗൗരവമായ പല കാര്യം കേൾക്കാനുണ്ട്. അതും ഇതും കേൾക്കാനും പറയാനും ഉള്ളവൻ അയക്കപ്പെട്ടവനല്ല മുഅ്മിൻ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തോട് ഒരാൾ ചില കാര്യങ്ങൾ, അനാവശ്യമായ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒഴിവാക്കി, എനിക്കതിന് സമയമില്ല, എൻ്റെ മുന്നിൽ ഗൗരവമുള്ള 3 കാര്യങ്ങളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ചിന്താകുലനാണ്. ആ 3 കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ആ 3 കാര്യങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ അനാവശ്യമായ സംസാരങ്ങൾ ഞാൻ എങ്ങനെ കേൾക്കാനാണ്? അല്ലാഹു തആല പറയുന്നുണ്ട്, യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്. നാളെ ഖിയാമത്ത് നാളിൽ ചിലരുടെ മുഖങ്ങൾ പ്രകാശിക്കുന്ന മുഖങ്ങളായിരിക്കും, വെളുത്ത് പ്രകാശിക്കുന്ന മുഖങ്ങൾ ഉടമ. ചിലരുടെ മുഖങ്ങൾ കറുത്തിരുണ്ടതായിരിക്കും. എനിക്കറിയുകയില്ല എൻ്റെ നാളെ ആഖിറത്തിലെ മുഖത്തിൻ്റെ അവസ്ഥ എന്താണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള ചിന്താകുലനാണ്. വമിൻഹും ശഖിയ്യുൻ വമിൻഹും സഈദ്. നിങ്ങളിൽ ചിലർ ഷഖിയാൻ, പരാജിതരാണ്, ചിലർ വിജയികളുമാണ്. ഞാൻ വിജയിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ പരാജിതരാണോ എന്ന് അറിയാത്ത ഈ അവസ്ഥയിൽ ഈ അനാവശ്യമായ സംസാരത്തിന് എനിക്ക് എവിടെ സമയം? ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ. നാളെ മഹ്ശറയിൽ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും, ചിലരെ നരകത്തിലേക്ക് തള്ളിയെറിയപ്പെടും. എൻ്റെ അവസ്ഥ എനിക്കറിയുകയില്ലല്ലോ, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്ന സംഘത്തിൽപ്പെട്ട ആളാണോ, നരകത്തിലേക്ക് തള്ളപ്പെടുന്നവരിൽ പെട്ടവരാണോ എന്നറിയാത്ത അവസ്ഥയിൽ ഈ അനാവശ്യമായ സംസാരങ്ങൾ ഞാൻ എങ്ങനെ കേൾക്കാൻ? ഇതൊരു മുഅ്മിന്റെ ചിന്താഗതി ഇതാണ്. അവിടെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ്. ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ. 3 കാര്യങ്ങൾ അല്ലാഹു വെറുപ്പാണ്. ഇതിലൊന്ന് ഖീല വഖാൽ. അതും ഇതൊക്കെ പറയുക, അവിടെയും ഇവിടെയും കേട്ടത് പറയുക, പ്രയോജനമില്ലാത്ത സംസാരങ്ങൾ മുഴുകുക, ഇത് അല്ലാഹു വെറുക്കുന്ന കാര്യമാണ്. രണ്ടാമത് തങ്ങൾ പറഞ്ഞു, വഇളാഅത്തുൽ മാൽ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തിൽ വിലപ്പെട്ട നിഅമത്താണ് സമ്പത്ത്, അത് പാഴാക്കി കളയാൻ പാടില്ല. 3 നിഅമത്തുകൾ വളരെ വിലപ്പെട്ടതാണ്, അത് പാഴാക്കിയാൽ വലിയ ദുഃഖത്തിനും നഷ്ടത്തിനും കാരണമാകും. 1 നൽകിയ നമ്മൾ സമ്പത്താണ്, 2 മനുഷ്യൻ നൽകിയ സമയമാണ്, 3 അല്ലാഹു നൽകിയ ആരോഗ്യമാണ്. ഇത് 3ഉം പാഴാക്കാൻ പാടില്ലാത്ത വലിയ നിഅമത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഹദീസിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിഅ്മൽ മഊന. സമ്പത്ത് അത് എത്രയോ മനുഷ്യന് ആഖിറത്തിന്റെ സഹായിയായ വസ്തുവാണ്. നിഅ്മൽ മാലു സ്വാലിഹ് ലിർറജുലി സ്വാലിഹ്. നിഅമത്ത് സമ്പത്ത് എത്രയോ സാലിഹായ വസ്തുവാണ്. ഒരു സ്വാലിഹായ ഒരു നല്ല മനുഷ്യന്റെ കരങ്ങളിൽ സമ്പത്ത് ഉയർന്നൊരു നിഅമത്താണ്, അത് പാഴാക്കാനുള്ളതല്ല.
സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ കയ്യിൽ കുറച്ച് ദിർഹമുകൾ കയ്യിലിരിക്കുമ്പോൾ ഒരു സ്നേഹിതൻ ചോദിച്ചു, അല്ല, നിങ്ങൾ ഈ സമ്പത്തുമായി നടക്കുകയാണോ? നാണമില്ലേ? അദ്ദേഹം പറഞ്ഞു, ഈ സമ്പത്തിന്റെ കരങ്ങളിൽ ഉള്ളതിന്റെ പേരിലാണ് ഞാൻ രാജാക്കന്മാരെ മുന്നിൽ തലകുനിക്കാതെ എനിക്ക് അന്തസ്സായി ജീവിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ആരുടെയെങ്കിലും പക്കൽ സമ്പത്തുണ്ടെങ്കിൽ അതിനെ പാഴാക്കാതെ അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ആരുടെ പക്കൽ അല്ലാഹു തആല സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവിടെയും ഇവിടെയും ചിലവാക്കി പാഴാക്കി കളയാതെ അവൻ അതിനെ നന്മയിൽ മാത്രം ചിലവഴിച്ച് സമ്പത്തിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമ്മുടെ കൈകളിലുള്ള സമ്പത്ത് എത്രയോ നമ്മുടേക്കാൾ താഴെയുള്ളവരുടെ സ്വപ്നമാണ്. അത് പാഴാക്കാനുള്ളതല്ല. അതിനെക്കുറിച്ച് അല്ലാഹു നമ്മിൽ ഹിസാബ് ഉണ്ടാകും. മൗലാന അഷ്റഫ് അലി ദാനവി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ ഖാദിം അദ്ദേഹം പറയുന്നു, ഉസ്താദ് രോഗിയായി കിടക്കുന്ന സമയം, ദാനവി റഹിമഹുല്ലാഹ് രോഗിയായി കിടക്കുന്ന സമയം, അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ മൂർജിച്ച അവസ്ഥയിൽ ബോധം വരികയും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അദ്ദേഹം അല്പം വെള്ളം കുടിച്ച ശേഷം ആ കുടിച്ച പാത്രത്തിൽ അല്പം വെള്ളം ബാക്കിയാക്കി അദ്ദേഹം അവിടെ വെച്ചു. സേവനങ്ങൾക്കിടയിൽ ആ അല്പം ബാക്കിയിരുന്ന വെള്ളം കമത്തിക്കളഞ്ഞു. ബോധം വന്നപ്പോൾ ദാനവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഖാദിമിനോട് ചോദിച്ചു, ഇതിലല്പം വെള്ളം ബാക്കിയുണ്ടായിരുന്നു, എവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് വൃത്തിയാക്കി ഒഴിച്ചു കളഞ്ഞു. അദ്ദേഹം മൗലാന ദേഷ്യപ്പെടും, ഞാൻ അള്ളാഹുവിന് എന്ത് മറുപടി പറയും? ഈ വെള്ളത്തെക്കുറിച്ച് ഞാൻ അള്ളാഹുവിന് എന്ത് മറുപടി പറയും? അള്ളാഹു നൽകിയ സമ്പത്ത് നിഅമത്താണ്, അമാനത്തുമാണ്. അത് പാഴാക്കി കളയാനുള്ളതല്ല. അത് അള്ളാഹു തആല ഹിസാബ് ചെയ്യും. നമ്മുടെ കരങ്ങളിൽ അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ചിലവഴിച്ച് പാഴാക്കാനുള്ളതല്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും വേണ്ടി ചിലവഴിച്ച് ഹറാമിലും തിന്മയിലും ചിലവഴിച്ച് പാഴാക്കാൻ നൽകിയ സമ്പത്തല്ല. അള്ളാഹു നൽകിയ നിഅമത്താണ്, അത് അമാനത്തുമാണ്. അതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും. അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. എത്രയോ മനുഷ്യരുടെ സ്വപ്നമാണ് ഈ സമ്പത്ത് കൊണ്ട് ആഖിറം സമ്പാദിക്കാൻ സാധിക്കും. ഈ സമ്പത്ത് കൊണ്ട് നമുക്ക് വലിയ ആഖിറം സമ്പാദിക്കാൻ സാധിക്കും. ഇന്ന് പൊതുവെ മനുഷ്യർ സമ്പത്ത് പാഴാക്കുന്ന രണ്ട് മേഖലകളാണ് അധികമായി. ഒന്ന്, വിവാഹങ്ങൾക്ക് വേണ്ടി, വിവാഹങ്ങളുടെ ആർഭാടത്തിന് വേണ്ടി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി എത്രയോ സമ്പത്തിന് ചിലവഴിച്ച് പാഴാക്കുകയാണ്. എന്നാൽ ഇസ്ലാം കൽപ്പിക്കുന്ന വിവാഹം എന്ന എത്ര ലളിതമായ ഒരു അമലാണ്, ഒരു ഇബാദത്താണ്. സാമ്പത്തികമായ വളരെ ചുരുങ്ങിയ രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് നിക്കാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പ്രസിദ്ധനായ സഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല, വലിയ സമ്പന്നനായ അറിയപ്പെട്ട കച്ചവടക്കാരനായ സഹാബിയായിരുന്നു. എത്ര അധികം സമ്പത്ത് അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നു. സിറിയയിൽ പുറപ്പെട്ട കച്ചവട സംഘത്തിന്റെ ആദ്യത്തെ യാത്രാ സംഘം മദീനയിൽ എത്തിയപ്പോൾ അതിന്റെ അവസാന സംഘം ഷാമിൽ നിന്നും സിറിയയിൽ നിന്നും പുറപ്പെട്ടിട്ടില്ല. അത്ര വലിയ ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിന് നിക്കാഹ് കഴിഞ്ഞു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ വന്നപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം കഴിക്കുന്ന നവവധു പുരട്ടുന്ന ഒരു അത്തറുണ്ട്, സുഗന്ധമുണ്ട്. അത് ഈ സഹാബിയുടെ ശരീരത്തിൽ, വസ്ത്രത്തിൽ കണ്ടപ്പോൾ തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ, നിന്റെ നിക്കാഹ് കഴിഞ്ഞോ? അതെ നബി, നിക്കാഹ് കഴിഞ്ഞു. ചിന്തിച്ചു നോക്കി, സമ്പന്നനായ സഹാബി, അദ്ദേഹത്തിന് നിക്കാഹ് കഴിഞ്ഞു, പക്ഷെ നബി തങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. മദീന ഒരു ഗ്രാമമാണ്, ചെറിയ പ്രദേശമാണ്. അവിടെ താമസിക്കുന്ന നബി തങ്ങൾ പോലും അറിയാത്ത നിലയിൽ അദ്ദേഹത്തിന് നിക്കാഹ് നടന്നു. ഇന്ന് നമ്മൾ നിക്കാഹിന്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ്, എത്ര സമ്പത്താണ് ചെലവഴിച്ച് പാഴാക്കുന്നത്. രണ്ട്, ഇന്ന് പൊതുവെ മുസ്ലിമീങ്ങൾ സമ്പത്ത് പാഴാക്കുന്ന രണ്ടാമത്തെ മേഖല വീടുകൾ നിർമ്മിക്കുന്നതിലാണ്. അനാവശ്യമായ ആർഭാടങ്ങൾക്ക് വേണ്ടി എത്ര സമ്പത്താണ് കെട്ടിട നിർമ്മാണത്തിൽ ചെലവഴിക്കുന്നത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിൻ ചെലവഴിക്കുന്ന എല്ലാ ദിർഹമിനും ദീനാറിനും പ്രതിഫലം നൽകപ്പെടും. ഇല്ലാ മാ കാന ഫീ ഹാദിഹി തുറാബ്. ഈ മണ്ണിൽ ചെലവഴിക്കുന്ന സമ്പത്ത് ഒഴിച്ച് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി, വീട് അലങ്കരിക്കാൻ വേണ്ടി അനാവശ്യമായി, ആവശ്യത്തിനല്ല അനാവശ്യമായി ഭംഗിയാക്കാൻ, ആർഭാടമാക്കാൻ ചെലവഴിക്കുന്ന സമ്പത്തിൽ ഒരു പ്രതിഫലവും ലഭിക്കുകയില്ല. ലാ ഖൈറ ഫീ, ഒരു നന്മയുമില്ലാതെ. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി മസ്ജിദ് നബവി വിശാലമാക്കുന്ന സമയത്ത് നബി തങ്ങളുടെ വീട്, തങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് പൊളിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആഗ്രഹമായിരുന്നു നബി തങ്ങളുടെ വീട് അത് പൊളിക്കാതെ ബാക്കിയാക്കണം, അത് സൂക്ഷിക്കണം.
കാരണം പിന്നെ വരുന്ന തലമുറയിലെ ആളുകൾ നബിതങ്ങൾ താമസിച്ച വീട് കാണണം, അവർ ഗുണപാഠം ഉൾക്കൊള്ളണം. ലോകത്തിന്റെ നായകൻ, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ താമസിച്ച വീട് പിന്നെ വരുന്നവർ കണ്ട് മനസ്സിലാക്കണം, അവർക്ക് ഇതിൽ ഗുണപാഠം ലഭിക്കണം, അവർക്ക് അതിലൂടെ ദുനിയാവിന്റെ വിരക്തി ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയുമായിരുന്നു. നമ്മുടെ സമ്പത്ത് എത്രയാണ് അനാവശ്യമായി വീട് നിർമ്മിക്കുന്നവരും അതലങ്കരിക്കുന്നവരും ആർഭാടമാക്കാൻ ചെലവഴിക്കുന്നു. അതുകൊണ്ട് സമ്പത്ത് അള്ളാഹു നൽകിയ നിഅമത്താണ്, അത് പാഴാക്കാനുള്ളതല്ല, നന്മയിൽ ചെലവഴിക്കാനുള്ളതാണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ പ്രതിഫലമുണ്ട്. ഇത് എത്ര ചെലവഴിച്ചാലും അത് ഒരിക്കലും പാഴാക്കലാവുകയില്ല. അതുകൊണ്ടാണ് ഹദീസിൽ വരുന്നത്, നാളെ നന്മയും തിന്മയും തൂക്കുന്ന മീസാനിൽ ഒരു മുഅ്മിനിന്റെ ഏറ്റവും ഭാരമുള്ള അമൽ അവന്റെ കുടുംബത്തിന് വേണ്ടി, ഭാര്യ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തായിരിക്കും. ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്ന പ്രതിഫലം ലഭിക്കും. എന്നാൽ അനാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ദിർഹമാണെങ്കിൽ പോലും അതിന് ശിക്ഷയാണ്, അതിന് അള്ളാഹു മറുപടി പറയേണ്ടി വരും. മുജാഹിദ് റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, ജബൽ അബ് ഖുബൈസ് പർവ്വതത്തിന് തുല്യമായി അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ നന്മയിൽ ചെലവഴിച്ചാൽ അതൊരിക്കലും ഇസ്രാഫാവുകയില്ല, അത് ദുർവ്യയമാവുകയില്ല, സമ്പത്ത് പാഴാക്കലാവുകയില്ല. എന്നാൽ അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യത്തിൽ ഒരു സാഅ്, കുറഞ്ഞ സമ്പത്താണ് ചെലവഴിക്കുന്നതെങ്കിലും അത് സമ്പത്ത് പാഴാക്കലാണ്. ലാ ഖൈറ ഫീ സറഫിൻ വലാ സറഫ ഫീ ഖൈരിൻ. മഹാന്മാർ പറയുമായിരുന്നു, ഇസ്രാഫിൽ, ദുർവ്യയം ചെയ്യുന്നതിൽ ഒരു ഖൈറുമില്ല. വിവാഹത്തിലാകട്ടെ, വസ്ത്രത്തിലാകട്ടെ, വീട് നിർമ്മാണത്തിലാകട്ടെ. എന്നാൽ നന്മയിൽ വലാ സറഫ ഫീ ഖൈർ, നന്മയിൽ ഒരു ഇസ്രാഫില്ല. എത്ര ചെലവഴിച്ചാലും നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അള്ളാഹ് നിങ്ങളിൽ വെറുക്കുന്നു ഒന്ന് ഖീല വഖാൽ, അവിടെ ഇവിടെ കേട്ട കാര്യങ്ങൾ സംസാരിക്കുകയും അതിനുവേണ്ടി സമയം ചെലവഴിക്കൽ അള്ളാഹ് വെറുക്കുന്ന കാര്യമാണ്. രണ്ട്, ഇളാഅത്തുൽ മാൽ, നിങ്ങളുടെ സമ്പത്തിനെ പാഴാക്കൽ അള്ളാഹ് വെറുക്കുന്ന കാര്യമാണ്. മൂന്നാമത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വകസറത്തുസ് സുആൽ, അള്ളാഹ് വെറുക്കുന്ന മൂന്നാമത്തെ കാര്യം അനാവശ്യമായ ചോദ്യങ്ങൾ, പ്രയോജനമില്ലാത്ത ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ ഒരിക്കലും ഇസ്ലാം തടയുന്നില്ല. ചോദ്യത്തിന് പ്രേരണയാണ് ദീൻ നൽകുന്നത്. ചോദിക്കണം. പരിശുദ്ധ ഖുർആൻ ചോദിക്കാൻ കൽപ്പിക്കുന്നു. ചോദിച്ച കാര്യങ്ങൾ അല്ലാഹു എടുത്തു. ഖുർആൻ പല സ്ഥലത്തും അല്ലാഹു തആല സഹാബാക്കൾ ചോദിച്ചതിനെ എടുത്ത് അല്ലാഹു ഉദ്ധരിക്കുന്നു. മാത്രമല്ല, ചോദ്യം ഒരു മുഅ്മിനിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. ദീനിന്റെ അറിവ് കരസ്ഥമാക്കാൻ ചോദ്യം ആവശ്യമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവോട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് ഇത്രയും അറിവ് ലഭിച്ചത് എങ്ങനെയാണ്? റഈസുൽ മുഫസ്സിരീൻ, സഹാബാക്കളുടെ കൂട്ടത്തിൽ ആഴത്തിൽ അറിവുള്ള സഹാബിയായി, തർജുമാനുൽ ഖുർആൻ, ഖുർആന്റെ വിഷയത്തിൽ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും അറിവ് ലഭിച്ചത്? അദ്ദേഹം പറഞ്ഞു, ബിലിസാനിൻ സഊലിൻ വഖൽബിൻ അഖൂലിൻ, ഞാൻ ലജ്ജയില്ലാതെ എല്ലാവരോടും ചോദിച്ച് ദീൻ മനസ്സിലാക്കി പഠിച്ചു. ദീനിന്റെ അറിവുകൾ ചോദിച്ച് മനസ്സിലാക്കണം. മഹാന്മാർ, മുൻഗാമികൾ പറയുമായിരുന്നു, ഇൽമ് അതൊരു ഒരു നിധിയാണെങ്കിൽ അതിന്റെ താക്കോൽ ചോദിക്കലാണ്, ചോദിച്ച് മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, റഹിമല്ലാഹു നിസാഅൽ അൻസാർ, അല്ലാഹു തആല അൻസാരികളായ സ്ത്രീകൾക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ. അൻസാരികളായ സ്ത്രീകൾ ദീനിന്റെ കാര്യങ്ങൾ ചോദിക്കുന്ന ലജ്ജയില്ലാത്തവരായി നബി തങ്ങളുടെ മുന്നിൽ വന്നവർ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കുമായിരുന്നു. ലജ്ജയില്ലാതെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. നമ്മുടെ മുഅ്മിന്റെ കടമയാണ് അവനുമായി ബന്ധപ്പെട്ട ദീനിന്റെ കാര്യങ്ങൾ. ഒരു കച്ചവടക്കാരനായ മുസ്ലിം തന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട ദീനിനെ ചോദിച്ച് മനസ്സിലാക്കണം. മദീന തുയ്യിബയിലെ മാർക്കറ്റിലെ നിയമമായിരുന്നു, ദീൻ പഠിക്കാതെ ഇവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല. ഉമർ റളിയല്ലാഹു തആല ഒരു പുതിയ കച്ചവടക്കാരനെ മദീന മാർക്കറ്റിൽ കണ്ടപ്പോൾ ചോദിച്ചു, നീ കച്ചവടത്തിന്റെ മസലകൾ പഠിച്ചിട്ടാണോ നീ കച്ചവടം ചെയ്യാൻ വന്നിരിക്കുന്നത്? ഇല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ, എങ്കിൽ മദീന പള്ളിയിൽ പോയി നിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട മസലകൾ പഠിക്കും, എന്നിട്ട് നീ കച്ചവടം ചെയ്യുന്നത് കൽപ്പിക്കുകയില്ല. ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അവനുമായി ബന്ധപ്പെട്ട ദീനിനെ ചോദിച്ച് പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഫിത്നയാണ്. ചോദ്യങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയോടും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഉപയോഗിക്കുന്ന പല ഗൂഗിളിനോടും മറ്റും ചോദിച്ച് ദീൻ പഠിക്കുന്ന രീതി തെറ്റൊന്നുമല്ല. പക്ഷേ ഒരു മുസ്ലിം ദീൻ അത് ചോദിക്കേണ്ടത് ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. അല്ലാഹു തആല പറയുന്നു, ഫസ്അലു അഹ്ല ദിക്ർ,
പണ്ഡിതന്മാർ. ഇവിടെ അള്ളാഹ് ഉപയോഗിച്ചത് അഹ്ലു ദിക്ർ, ദിക്റിന്റെ അഹ്ലുകാർ. അറിവിനെന്ന വാക്കിന് അള്ളാഹ് ഉപയോഗിച്ച് ദിക്ർ എന്ന പ്രയോഗമാണ്. ഒരിക്കലും ഒരു ഉപകരണവും ദിക്റാവുകയില്ല. ഈമാനും അമലുമുള്ളവർക്കാണ് ദിക്ർ, അഹ്ലു ദിക്റാവുകയുള്ളൂ. പണ്ഡിതന്മാരോട് ദീന്റെ കാര്യം ചോദിക്കുന്ന ശീലമുണ്ടാകും. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ വസ്തുക്കൾ വർദ്ധിപ്പിച്ചപ്പോൾ ഉലമാക്കളുമായുള്ള ബന്ധം ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയി. സഹാബാക്കൾ പറയുമായിരുന്നു, ഒരു മനുഷ്യന്റെ ദീനിയായ ഉയർച്ചയുടെ അടയാളമാണ് അവന്റെ ജീവിതത്തിൽ നല്ലൊരു സമയം പണ്ഡിതന്മാരുടെ കൂടെ, ഉലമാക്കളോട് സമയം ചെലവഴിക്കൽ. ലുക്മാൻ അലൈഹിസ്സലാം പറയുമായിരുന്നു, യാ ബുനൈ ജാലിസിൽ ഉലമാ, പണ്ഡിതന്മാരെ കൂടെ നീ ഇരിക്കിൻ, അത് നിന്റെ ഹൃദയത്തെ സജീവമാക്കും. ഉണങ്ങി വരണ്ട ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ ആ ഭൂമി തളർക്കുന്നത് പോലെ നിനക്ക് ഉലമാക്കളുമായുള്ള സഹവാസം നിന്റെ ഹൃദയത്തെ സജീവമാക്കും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, തങ്ങളുടെ നാവിലൂടെ നമ്മളെ ഉണർത്തിയ മൂന്നാമത്തെ കാര്യം കസറത്ത് സുആൽ, അനാവശ്യമായ ചോദ്യങ്ങൾ ഒഴിവാക്കണം. പക്ഷെ ദീന്റെ കാര്യം ചോദിക്കേണ്ടതാണ്, അത് ആവശ്യമുള്ള കാര്യമാണ്. അനാവശ്യമായ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ അടിമ, തന്റെ റബ്ബിന്റെ ദാത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യുക. അള്ളാഹു അവനെ ചോദ്യം ചെയ്യുക. ഒരു മനുഷ്യൻ തന്റെ റബ്ബിനെ ചോദ്യം ചെയ്യുക, അത് അനാവശ്യം ഒരു ചോദ്യമാണ്. കഴിവും അറിവും കേൾവിശക്തിയും ചിന്താശക്തിയും പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന മനുഷ്യൻ തന്റെ പരിപാലകനായ റബ്ബിനെ ചോദ്യം ചെയ്യുന്നത് അനാവശ്യമായ ചോദ്യമാണ്. അനാവശ്യമായ ചോദ്യമാണ്. അത് ശൈത്താന്റെ ഭാഗത്താണ്. അള്ളാഹു എന്തിനെ അങ്ങനെ ചെയ്തു, അള്ളാഹു എന്തിനെ അത് സൃഷ്ടിച്ചു, അള്ളാഹു എന്തിനെ ഇങ്ങനെ ചെയ്തു, അള്ളാഹുവിനെ ചോദ്യം ചെയ്യൽ ഇന്ന് വ്യാപകമാണ്. യുക്തിവാദികൾ എന്ന നിലയിൽ ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ് റബ്ബിനെ ചോദ്യം ചെയ്യുന്ന സമൂഹം. ഇത് പിശാചിന്റെ ഭാഗത്താണ്. നിങ്ങൾ സല്ലല്ലാഹു പറഞ്ഞു, ശൈത്താൻ നിങ്ങളുടെ അടുക്കൽ വരും, എന്നിട്ട് ശൈത്താൻ നിങ്ങളുടെ ചോദ്യം ഇടും, മൻ ഖലഖൽ അർദ്, ഭൂമി ആര് സൃഷ്ടിച്ചു? നിങ്ങൾ പറയും അല്ലാഹ്. ശൈത്താൻ വീണ്ടും ചോദിക്കും, മൻ ഖലഖസ് സമാ, ആകാശത്തെ ആര് സൃഷ്ടിച്ചു? നിങ്ങൾ പറയും അല്ലാഹ്. പിന്നെ ശൈത്താൻ ചോദിക്കും, മൻ ഖലഖല്ലാഹ്, അല്ലാഹുവിനെ ആര് സൃഷ്ടിച്ചു? നബി തങ്ങൾ പറഞ്ഞു, ഇത് പിശാചിന്റെ ഭാഗത്താണ്. നിങ്ങൾ ഉടനെ അല്ലാഹുവിന്റെ കാവൽ ചോദിക്കണം. ശൈത്താനാണ്. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, രണ്ട് മാർഗങ്ങൾ ശൈത്താന്റെ വലിയ ആയുധമാണ്. ഒന്ന് ഷഹ്വാത്ത്, രണ്ട് ശുബ്ഹാത്ത്. ഇത് രണ്ടും ശൈത്താൻ ഉപയോഗിക്കുന്ന വലിയ രണ്ട് ആയുധങ്ങളാണ് മനുഷ്യനെ വഴികെടുത്താൻ വേണ്ടി. ഷഹ്വാത്ത് മനുഷ്യന്റെ ശാരീരിക ഇച്ഛകൾ, തിന്മയോട്, ഹറാമ് കാണുന്നതിനോട്, ഹറാമ് കേൾക്കുന്നതിനോട്, ശാരീരികമായ വികാരങ്ങൾ ഹറാമായി പൂർത്തീകരിക്കും. ഇത് മനുഷ്യന്റെ ഉള്ളിൽ ശൈത്താൻ ഇട്ട് മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകും. ഭൂരിഭാഗം മനുഷ്യരും അതിൽ അകപ്പെട്ട് ദീനിൽ നിന്ന് അകന്നു പോകും. രക്ഷപ്പെടുന്നവർ വിരളമായിരിക്കും. ആ രക്ഷപ്പെടുന്നവരെ, ദീനുള്ളവരെ, നമസ്കാരമുള്ളവരെ, ദീൻ കൊണ്ടു നടക്കുന്നവരെ ശൈത്താൻ വഴികെടുത്തൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മാർഗമാണ് ശുബ്ഹ, സംശയങ്ങൾ ഇട്ട് തരും. ദീനിലെ ചില കാര്യങ്ങളെക്കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു കൽപ്പിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഇട്ടത് പിശാചിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, തഫക്കറു ഫീ ആലാഇല്ലാ വലാ തഫക്കറു ഫില്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നിങ്ങൾക്ക് നൽകപ്പെട്ട കഴിവ് പരിമിതിക്കുള്ളിലുള്ള. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ഇന്നലിൽ അഖ്ലി ഹദ്ദൻ യന്തഹി ഇലൈഹി കമാ അന്നലിൽ ബസ്രി ഹദ്ദൻ യന്തഹി ഇലൈഹി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ വളരെ അർത്ഥവത്തായ വാക്കാണ്. പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ യുക്തിവാദത്തിന്റെ പേരിൽ വഴികെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ വളരെ അർത്ഥവത്തായ വാക്കാണ്, ഇന്നലിൽ അഖ്ലി ഹദ്ദൻ യന്തഹി ഇലൈഹി. മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരു പരിധിയും ഒരു പരിമിതിയും. ഏതുപോലെ കമാ അന്നലിൽ ബസ്രി ഹദ്ദൻ യന്തഹി ഇലൈഹി, മനുഷ്യന്റെ കാഴ്ചക്ക് ഒരു പരിധിയും പരിമിതിയും ഉള്ളതുപോലെ മനുഷ്യൻ നൽകിയിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ ഓരോന്നിനും പരിധിയുണ്ട്. കൈക്ക് അല്ലാഹു ഒരു ശക്തി നൽകിയിട്ട്, പക്ഷേ അതെടുക്കാൻ ഒരു പരിധിയുണ്ട്. ഒരു അളവിൽ കൂടുതൽ ഭാരം ഈ കൈകൊണ്ട് ചുമക്കാൻ സാധിക്കുകയില്ല. മനുഷ്യന്റെ ചെവി കേൾക്കാനുള്ള ശക്തിയുണ്ട്, പക്ഷെ അത് കേൾക്കുന്ന ശബ്ദത്തിന് പരിധിയുണ്ട്. അതിനപ്പുറത്തുള്ള ശബ്ദം കേൾക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. മനുഷ്യന് രുചിക്കാനുള്ള ഒരു കഴിവുണ്ട്, പക്ഷെ അത് മനുഷ്യന് പരിധി കഴിഞ്ഞാൽ അത് ദൂരത്തുള്ള രുചിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യന് മണത്താനുള്ള കഴിവുണ്ട്. എന്നാൽ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും ദൂരത്തുള്ളത് ഗ്രഹിക്കാൻ സാധിക്കുന്ന കഴിവ് കണ്ണിനാണ്. ദൂരെയുള്ളത് ഗ്രഹിക്കാൻ സാധിക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, കണ്ണിനൊരു പരിധിയുള്ളത് പോലെ മനുഷ്യന്റെ ബുദ്ധിക്കും പരിധിയുണ്ട്. എല്ലാ കാര്യവും ഈ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇതുപോലെ നീ നിന്റെ ബുദ്ധി എത്തുന്ന സ്ഥലത്ത് നിന്റെ തീരുമാനമാക്കരുത്.
നിന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നിന്റെ തീരുമാനമാക്കരുത്. കാരണം നിന്റെ ബുദ്ധിക്ക് പരിധിയുണ്ട്. സ്വർണം തൂക്കുന്ന തെലാസിൽ മലകൾ തൂക്കാൻ സാധിക്കില്ല. തൂക്കാൻ സാധിക്കും, പക്ഷെ മലകൾ തൂക്കാൻ സാധിക്കും. ഇതുപോലെ എന്റെ ബുദ്ധി കൊണ്ട് എല്ലാ കാര്യവും ഗ്രഹിക്കാൻ സാധിക്കില്ല. അതിന്റെ പരിധിയും പരിമിതിയും ഉണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ഈ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്ന കാര്യങ്ങളെ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്ത് എത്രയോ അറിവുകളുണ്ട്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹിദ്ർ നബിയും യാത്ര ചെയ്യുന്ന സമയത്ത് ആ കപ്പലിന്റെ സമീപത്ത് ഒരു കുരി വന്നിരിക്കുകയും സമുദ്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം കൊത്തിയെടുക്കുകയും ചെയ്തു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹിദ്ർ നബി പറഞ്ഞു, മൂസ, നീ കാണുന്നില്ലേ ഈ സമുദ്രത്തിൽ നിന്ന് ഈ കുരുവി അതിന്റെ കൊക്കിൽ ഒതുക്കിയ ചെറിയ വെള്ളത്തിന്റെ തുള്ളി? ഇതുപോലെയാണ് എന്റെയും നിന്റെയും അറിവിന്റെ ഉപമ അള്ളാഹുവിന്റെ അറിവിന്റെ മുന്നിൽ. ഇത്രയും ചെറിയ അറിവ് കൊണ്ട് ഈ അടിമ എങ്ങനെയാണ് റബ്ബിനെ ഗ്രഹിക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക, എങ്ങനെയാണ് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുക? അവിടെ ഉലമാക്കൾ പറയാറുണ്ട്, അൽ ഇൽമു സലാസത്തു അശ്ബാരിൻ. ഇൽമ് എന്ന് പറഞ്ഞാൽ 3 ചാണുകളാണ്. അതിൽ ആദ്യത്തെ ചാണിൽ മനുഷ്യൻ പ്രവേശിച്ചാൽ അവൻ അഹങ്കരിക്കും, ഞാനെന്തോ മനസ്സിലാക്കി ചിന്തിക്കും. രണ്ടാമത്തെ ചാണിലേക്ക് മനുഷ്യൻ പ്രവേശിച്ചാൽ അവന്റെ വിനയം കാണിക്കും. 3ാമത്തെ ചാണിലേക്ക് അവൻ പ്രവേശിച്ചാൽ ഉലമാക്കൾ പറഞ്ഞു, അവൻ പറയും അലിമ അന്നഹു ലാ അലം ഷൈഅ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. 1ാമത്തെ ചാണിൽ നിൽക്കുന്നവരാണ് യുക്തിവാദികൾ എന്ന പേരിൽ അഹങ്കരിച്ച് റബ്ബിനെ ചോദിച്ച് വീണ്ടും ആഴത്തിൽ ദീനിലേക്ക് കടന്നാൽ ഒരിക്കലും അവൻ ചോദിക്കാൻ സാധിക്കും, വിനയം കാണിക്കും, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല സമ്മതിക്കും. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും തന്റെ റബ്ബിനെ ചോദിക്കാൻ അവകാശമില്ല. അങ്ങനെ ചോദിക്കുന്നവരോട് ഖുർആൻ 2 സബ്ജക്റ്റ് മുന്നിൽ വെക്കുന്നുണ്ട്. ഒന്ന്, നീ ആരാണെന്ന് ചിന്തിക്കുക. എന്നെ ചോദ്യം ചെയ്യുന്ന നീ ആരാ? അല്ലാഹു ചോദിക്കുന്നുണ്ട്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹും ഖാലിഖൂൻ. നിങ്ങൾ സ്വയം ജനിച്ചതാണോ? നിങ്ങൾ ആരാണ് ഉണ്ടാക്കിയത്? അല്ലാഹു ചോദിക്കാൻ. ഖുലിഖൽ ഇൻസാനു ദഈഫ ഇന്നഹു കാന ളലൂമൻ ജഹൂല. ഖുർആൻ എത്രയോ നീ വിവരമില്ലാത്തവനാണ്, നീ അറിവില്ലാത്തവനാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅ. നീ ഉമ്മയുടെ ഗർഭത്തിൽ വന്നപ്പോൾ ഒന്നും അറിവില്ലാത്തവനായിരുന്നു. മാ കാന ലകും അൻ തുംബിതു ഷജറഹ. നീ ഒരു സസ്യത്തെ പോലും മുളപ്പിച്ചിട്ടില്ല. ഖുൽ അറഅയ്തും ഇൻ അഖദല്ലാഹു സമഅകും വഅബ്സാറകും വഖതമ അലാ ഖുലൂബികും മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്. ഖുർആന്റെ വലിയ വലിയ ചോദ്യങ്ങളാണ്. നീ നിന്നെക്കുറിച്ച് ചിന്തിക്കും, നിന്റെ കഴിവെന്താണ്? ഈ നീ എന്നെ കുറിച്ച് ചോദിക്കുന്നു, ഞാൻ ആരാണ്? അതും ഖുർആൻ വ്യക്തമാക്കുന്നു. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നിന്റെ റബ്ബ് ദുൽ ഖുവ്വത്തിൽ മതീനാണ്. ലാ തുദ്രികുഹുൽ അബ്സാർ അലീമുൻ ബിദാത്തി സുദൂർ. അല്ലാഹു തആല അവനെ ഖുർആൻ പരിചയപ്പെടുന്നു, അവൻ ഇങ്ങനെയുള്ളവനാണ്, ഖുദ്റത്തിൻ്റെതാണ്. ഈ റബ്ബിനെ ചോദിക്കാൻ നിനക്ക് എന്താ അർഹതയില്ല? അതുകൊണ്ട് ചോദ്യം ദീൻ മനസ്സിലാക്കാൻ നല്ലതാണ്. പക്ഷേ തന്റെ റബ്ബിനെ ചോദ്യം ചെയ്യുക, തന്റെ യുക്തി അടിസ്ഥാനമാക്കി അള്ളാഹുവിനെ ചോദ്യം ചെയ്യുക, ഇത് വലിയ നാശത്തിന് കാരണമായി തീരും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ 3 കാര്യങ്ങൾ അള്ളാഹു വെറുക്കുന്നതാണ്. ഖീല വഖാൽ, അനാവശ്യമായി അവിടെയും ഇവിടെയും കേട്ട് സംസാരിക്കുക. ഇളാഅത്തുൽ മാൽ, നിന്റെ സമ്പത്തിനെ പാഴാക്കുക. വകസറത്തുസ് സുആൽ, അനാവശ്യമായ ചോദ്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ റബ്ബ് വെറുക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة.
حي على الفلاح حي على الفلاح. الله أكبر الله أكبر لا